ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒട്ടുമിക്കവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പല ടൈപ്പിലുള്ള ബിരിയാണി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബിരിയാണീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലബാർ സ്റ്റൈലിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ്. ചിക്കൻ ഫ്രൈഡ് ബിരിയാണി കഴിച്ചവർക്ക് അറിയുന്നുണ്ടാവും, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് അതിനകത്ത്, അതായത് നമ്മുടെ ബിരിയാണിക്കകത്ത് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മുടെ ബിരിയാണിയിലെ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും, സാധാരണ മസാലയിൽ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള മസാലയിൽ നിന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടും ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് എടുക്കുന്ന ചിക്കനെ ഒന്ന് മസാലയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മൾ ആദ്യം ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് 3/4 ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കൂടെ നമുക്കൊരു 1 മുതൽ 1.25 ടേബിൾ സ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടി എടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കൂടെ നമുക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് 3/4 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 3/4 കിലോനേക്കാളും കുറച്ചുകൂടി കൂടുതലുണ്ടാവും, പക്ഷേ 1 കിലോ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരളവിലാണെന്ന് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ 1 കിലോ വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ശകലം മസാലപ്പൊടികളൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാകും കേട്ടോ. ഞാനതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ നന്നാക്കി പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. നമ്മളിങ്ങനെ ചിക്കൻ മസാല തേച്ച് വെക്കുന്ന സമയത്ത് തൈര് കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം അധികം പുളിയില്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് നന്നായിട്ട് പുളിയൊക്കെ ഉള്ള ടൈപ്പ് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന തൈരുണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ പിന്നെ എക്സ്ട്രാ നമ്മൾ നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം പുളി തൈര് തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതേ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കോൺഫ്ലോർ ആണ്. നമുക്കൊരു 1.5 മുതൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു മുഴുവനായിട്ടും ഒരു മുട്ടയാണ്. അപ്പോൾ ഈ ഒരു മുട്ട നമ്മളിപ്പം എഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും മുഴുവനായിട്ട് ഒരു ഹോൾ മുട്ട തന്നെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇപ്പം മുട്ട വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം കേട്ടോ. ബാക്കിയുള്ളത് മാത്രം ചേർത്തിട്ട് നമുക്കൊരു ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല പേസ്റ്റായിട്ട് കട്ട കെട്ടാതെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മസാലയിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനെയാണ്. അപ്പോൾ ചിക്കൻ നേരത്തെ പറഞ്ഞില്ലേ 3/4 കിലോനേക്കാളും കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരളവ് തെറ്റിപ്പോകരുത് കേട്ടോ. 1 കിലോക്ക് ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ ഒരു പൊടിക്കൊന്ന് കൂട്ടി കൊടുക്കണം, അത് മറക്കരുത്. അപ്പോൾ ഇത് ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാർത്തെടുത്തിട്ടുള്ള ചിക്കനാണ്. ചിക്കനിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസാല ഉണ്ടല്ലോ അത് കുറച്ച് ലൂസ് ആയിട്ട് പോകും, നമ്മുടെ ചിക്കനിലെ വെള്ളം കൂടെ വന്നിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നന്നായിട്ട് വാർത്തെടുത്തിട്ട് ചേർക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാ ചിക്കനിലും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടെങ്കിലും കളർ വളരെ കുറവാണ്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പിഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ ചെയ്യുമ്പം പ്രത്യേകിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ ചേർക്കണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പിഞ്ച് ചേർക്കുന്നതാണ്. ഫുഡ് കളർ ചേർക്കുന്നവർ പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളർ തന്നെ ചേർക്കുക. അപ്പോൾ ഇത് മസാലയൊക്കെ തേച്ച് നമ്മുടെ ചിക്കനെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിനിമം ഒരു 3/4 മണിക്കൂറെങ്കിലും വെച്ചിരുന്നാൽ ഏറ്റവും നല്ലതാണ്. ആ ഒരു കോട്ടിങ്ങൊക്കെ പിടിച്ച് നന്നായിട്ട് ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ അതൊരു ഭാഗത്ത് മാറ്റിയിട്ട് വെക്കുക. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, ജീരകശാല റൈസ് ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ മലബാർ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ ജീരകശാല റൈസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. ബസ്മതി റൈസിനേക്കാളും ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 കപ്പ് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 4 കപ്പ് നമ്മുടെ ജീരകശാല റൈസ് എടുത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കുക. ഇനിയിപ്പം സമയമില്ലാത്തവർ അങ്ങനെ സോക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് പെട്ടെന്ന് അത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ കൂടെ പറ്റും. അപ്പോൾ അതും ആ ഒരു രീതിയിൽ നമ്മൾ സോക്ക് ചെയ്തിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാഷ്നട്ടും റൈസിൻസും സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ പ്യുവർ ആയിട്ടുള്ള മിൽമയുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും റൈസിൻസും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്.
ഒരു ഓയിലും നെയ്യും കൂടെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസിൻസും അതുപോലെ തന്നെ കാഷ്യൂനട്ടും രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് രണ്ടും നമ്മളിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സെയിം നെയ്യിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം കുറച്ച് വലുതായിട്ടുള്ള ഒരു സവാള എടുത്തിട്ട് നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിയിട്ട് അത് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അത് ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇനിയും ഒരുപാട് കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, കാരണം ആ ഒരു ചൂടിൽ കിടന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ ഓയിലിൽ നിന്ന് കോരിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ റൈസിൻസും കാഷ്യൂനട്ടും അതുപോലെ സവാള നമ്മുടെ ബിരിയാണിയിലെ മുകളിലിടാനൊക്കെ ഉള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബാക്കിയുള്ള ഈ ഒരു നെയ്യുണ്ടല്ലോ, ഇതിനകത്താണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗീ റൈസ് തയ്യാറാക്കുന്നത്. നമ്മളിപ്പം ഇന്ന് വറ്റിച്ചെടുത്തിട്ടുള്ള രീതിയിലാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട ഊറ്റിയെടുക്കുന്ന രീതിയാണ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ഒരു സെയിം ഓയിലും നെയ്യിലേക്ക് തന്നെയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 5-6 ഏലക്ക, അതുപോലെ തന്നെ 5-6 ഗ്രാമ്പു, ഒരു 2 അതല്ലെങ്കിൽ ഒരു 3 ചെറിയ കഷ്ണം നമ്മുടെ പട്ട സിനമൺ അത്രയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ സവാള, ആ സവാള ഒന്ന് നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് കൂടെ ചേർത്തിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ നെയ്ച്ചോറില്ലേ ഗീ റൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി കൂടെ ഞാനൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം കൂടെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ ജീരകശാല റൈസ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമ്മളൊരു 10-20 മിനിറ്റിൻ്റെ കൂടുതലൊന്നും അത് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു 15 മിനിറ്റ് തന്നെ മതിയാകും. അപ്പോൾ അത്രയും സമയമാകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു അരി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു ജീരകശാല റൈസ് നമ്മളൊന്ന് നെയ്യിൽ ഈ ഒരു ചൂടിലൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും, ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നെയ്യിലും നമ്മൾ ചേർത്തിട്ടുള്ള നെയ്യിലും ഓയിലും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ ഒരു പണി ചെയ്യണം കേട്ടോ. ഒരുപാടങ്ങ് തീ കൂട്ടിയിട്ട് കൊടുക്കരുത്, കാരണം പെട്ടെന്ന് അങ്ങ് അരി ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊരു 2-3 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ല പോലെ അരി ഒന്ന് ചൂടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ അരിയുടെ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരും, നെയ്യിലിങ്ങനെ വറുത്തെടുക്കുന്നതിൻ്റെ മണം. ഇനി നമുക്ക് ഈ ഒരു റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ 1 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ ഇതിന് നമ്മൾ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് 8 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം അതിൽ നിന്ന് മാറ്റിയിട്ടെടുക്കുക. അതായത് നിങ്ങൾക്ക് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. കറക്റ്റായിട്ട് 8 കപ്പ് വെള്ളം എടുക്കുക 4 കപ്പ് അരിക്ക്. അതിന് ശേഷം ഒരു 1/4 കപ്പോളം വെള്ളം അതിൽ നിന്ന് മാറ്റിയിട്ട് വെക്കുക. കാരണം നമ്മൾ ഈ ഒരു ബിരിയാണി ചെയ്യുന്ന സമയത്ത് നമ്മളിത് ദം ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ റൈസ് ഒന്ന് കുക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കുറച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം മുഴുവനായിട്ട് ചേർക്കുന്ന സമയത്ത് നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിളക്കുന്ന വെള്ളം വേണ്ട, നന്നായിട്ടൊന്ന് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വറ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ റൈസിലേക്കുള്ള ഉപ്പ് ചേർത്തിയാൽ മതി, കാരണം ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, വറ്റിച്ചെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഫ്ലെയിമിൽ നിന്നും മറ്റേ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഫ്ലെയിമിൽ നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു പാത്രം, നമ്മളെ ബിരിയാണി ദം ചെയ്യുന്ന പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ മസാല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഓയിൽ കൂടെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ഒത്തിരി ഹാർഡായിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഒരു വശം കുക്കായിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബിരിയാണിയിൽ ദം ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഹാർഡ് ആവാതെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയിട്ടെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സെയിം ഓയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഓയിൽ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഓയിലിലേക്ക് ചൂടായി കിടക്കുന്ന ഈ ഒരു ഓയിലിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സവാളയാണ്. ഒരു 3 മീഡിയം സൈസായിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ടെടുക്കുക. അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്.
നിങ്ങളിപ്പം 1 കിലോ ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4 സവാള വരെ എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് അത്യാവശ്യം നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാലയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ബിരിയാണി ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഈ ഒരു സവാള നമ്മൾ നന്നായി കനം കുറഞ്ഞിട്ട് തന്നെ അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുഴഞ്ഞിരിക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ അത് കിട്ടുള്ളൂ. അതേ സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാകുമ്പോഴാണ് നമ്മളിതിലേക്ക് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടെ ചതച്ച് ചേർക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്താൽ മതിയാകും, പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 7 അല്ലി വെളുത്തുള്ളി, നമുക്കിവിടെ കിട്ടുന്ന വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കൂടെ ഒരു 4 പച്ചമുളക്, അത്രയാണ് എടുക്കുന്നത്. കാരണം നമ്മളിപ്പം ഈ ഒരു ബിരിയാണിയിൽ നമ്മുടെ എരിവുള്ള മുളക് പൊടി ചേർത്തിയിട്ടേ ഇല്ല, എല്ലാം കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട ഒരു എരിവുണ്ടല്ലോ, അത് നമ്മൾ കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ പച്ചമുളക് അതൊക്കെ ചേർത്തിട്ടാണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ അതേ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്ന വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 2 മീഡിയം സൈസായിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ തക്കാളി കൂടെ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് കുഴഞ്ഞ് കിട്ടുന്നവരെ വഴറ്റിയിട്ട് എടുക്കുക. അപ്പോൾ തക്കാളിയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കടായി ഒക്കെ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാകും, ഇതിലേക്കുള്ളതെല്ലാം നമ്മൾ നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് കിട്ടുക കേട്ടോ മസാലയ്ക്ക്. അപ്പോൾ അതേ തക്കാളി നന്നായിട്ട് തന്നെ വഴണ്ടി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്, എരിവ് അത്യാവശ്യം വേണമെന്നുള്ളവർക്ക് നമ്മുടെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിന് കൂടെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടി ഒരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ബിരിയാണി മസാല ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ചിട്ട് വെക്കുക കേട്ടോ. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മാത്രമാണ് നമ്മൾ ടേബിൾ സ്പൂൺ കണക്ക് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടി അതുപോലെ നമ്മുടെ ബിരിയാണി മസാല അത് രണ്ടും ഞാൻ ടീസ്പൂണാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഇത്രയും മസാലപ്പൊടികൾ ചേർത്തിയിട്ട് ഒരു 3-4 മിനിറ്റ് എടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സവാളയും അതുപോലെ തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് ഒരു മസാലപ്പൊടിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മളിപ്പം ഒട്ടും പുളിയില്ലാത്ത കട്ടിയായിട്ടുള്ള തൈരാണത്. പുളിയുള്ള തൈരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ എക്സ്ട്രാ നാരങ്ങ നീരൊന്നും ഒഴിച്ച് കൊടുക്കാതിരുന്നാൽ മതി. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയായിട്ടിരിക്കുന്ന തൈരും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ നമ്മൾ വഴറ്റി കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമ്മുടെ ഗ്രേവി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ പീസസ് ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ പീസിൽ നിന്നും ഒരു 3-4 പീസ് പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതാണ് ഞാൻ ചേർക്കുന്നത്. കാരണം മസാലക്കകത്ത് ചേർത്തി കഴിഞ്ഞാൽ മക്കൾക്കൊന്നും കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് അതിങ്ങനെ ഡയറക്റ്റ് കഴിക്കാനാണ്. അപ്പോൾ ഇത് ചിക്കൻ പീസസ് കൂടെ ചേർത്തിയിട്ട് നന്നായിട്ട് നമ്മുടെ മസാലയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു സമയം ഞാനിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം പുളിയുള്ള തൈരൊക്കെ എടുക്കുന്നവരാണെങ്കിൽ പിന്നെ അത് നോക്കിയിട്ട് മാത്രം നിങ്ങളത് വേണമെങ്കിൽ മാത്രം നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. നാരങ്ങയുടെ നീരിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം അതിൻ്റെ കുരു ചാടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ഒഴിവാക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. അതായത് മിൻറ്റ് ലീഫ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിത് ദം ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പം ഗ്രേവി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഇപ്പോൾ നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാണ്. നേരത്തെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നെയ്ച്ചോറ് ഇതേവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് ഞാൻ ഫൈനൽ നന്നായിട്ടൊന്ന് വെള്ളം റെഡ്യൂസ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിന് തന്നെ കുക്കായിട്ട് വരും. പിന്നെ നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദം ചെയ്യുന്ന പരിപാടിയാണ്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് റൈസ് കുറേശ്ശെയായിട്ട് നമ്മുടെ ഈ ഒരു മസാലയുടെ മുകളിലിടുക. എല്ലാവർക്കും അറിയാലോ ദം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് നമ്മുടെ ബിരിയാണി മസാലയും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയും കുറേശ്ശെ അങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ റൈസിനും കൂടെ. അപ്പോൾ അതൊഴിച്ച് കൊടുക്കുക. കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും കുറച്ച് സവാള എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില പുതിനയില ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യൊക്കെ കുറച്ച് കൂടുമ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ്. നമ്മളിപ്പം ഫൈനലായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ
അപ്പോൾ ഇത് രണ്ടാമത്തെ ലെയർ റൈസ് കൂടെ ചേർത്തിട്ടുണ്ട്. അതിന് മുകളിൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ബിരിയാണി മസാലയും കൂടെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതും എല്ലാം കൂടെ ഒരുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ശകലം നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും കാഷ്യൂനട്ടും റൈസിൻസും മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മല്ലിയില അതുപോലെ തന്നെ നമ്മുടെ മിൻറ്റ് ലീഫ് അതും കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് ഒരു 1 ടീസ്പൂണോ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ്, നമ്മുടെ പ്യുവർ ആയിട്ടുള്ള മിൽമയുടെ നെയ്യ് കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ദം ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവർ ആയിരിക്കും. ഓൾറെഡി നമ്മളിതിപ്പം ഗീ റൈസ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നെയ്യൊക്കെ ചേർത്ത് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ നെയ്യ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മളിതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് എടുക്കുക. കറക്റ്റായിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ ലിഡ് കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യുക. എല്ലാ വശത്തുനിന്നും നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുക കേട്ടോ, സ്റ്റീമൊന്നും പുറത്ത് പോവാതെ. ഇപ്പോൾ നമ്മളിത് ഡയറക്റ്റ് നമ്മുടെ ഫ്ലെയിമിൽ വെക്കുന്നില്ല കേട്ടോ, അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം ഇതിനകത്ത് ഒട്ടും തന്നെ നമ്മുടെ ഒരു മസാലയിൽ വെള്ളമൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു ചുവട് കട്ടിയായിട്ടുള്ള ഒരു പഴയ തവ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കാം. പഴയതായിട്ടുള്ള ഏതെങ്കിലും മതി, ചട്ടിയോ ഏതെങ്കിലും ടൈപ്പായിട്ടുള്ള മതി. അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ തവ നന്നായി ചൂടായതിന് ശേഷമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ബിരിയാണി നമ്മൾ ദം ചെയ്തെടുക്കുന്നത് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയാണ് കേട്ടോ നമ്മൾ ദം ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു 25 മിനിറ്റ് നമ്മളിത് ദം ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി നമ്മൾ 25 മിനിറ്റ് വെച്ച് ദം ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും ചെറിയ തീയിൽ. എന്നതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയാൽ മതി, കുറച്ചുകൂടെ ബിരിയാണി ഇരുന്നങ്ങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതേ മുകൾ വശത്തു നിന്നും റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചോറും അതുപോലെ സെപ്പറേറ്റ് മസാല അങ്ങനെയല്ല കേട്ടോ സെർവ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ചോറും കുറച്ച് മസാല എടുത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അത് ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസും തന്നെ ഓവറായിട്ടൊന്നും കുക്കായി പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസും അതുപോലെ തന്നെ ചിക്കനും ആണ് കേട്ടോ. അപ്പോൾ ഒരു വശത്ത് മാത്രമേ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈഡ് ബിരിയാണി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുകയുള്ളൂ, അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ ട്രൈ ചെയ്യുന്നവർ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.